എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്ന നല്ല ഒരു ബ്രെഡ് ടോസ്റ്റ്. നല്ല സോഫ്റ്റാണ്, റിച്ചാണ്, ടേസ്റ്റിയാണ്. വളരെ സിമ്പിളായിട്ട് നമുക്ക് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് വീഡിയോ കണ്ട് അവസാനം വരെ കണ്ടാൽ നിങ്ങൾക്ക് വേഗം മനസ്സിലാകുകയും ചെയ്യും. നമുക്ക് മടിയൊക്കെയുള്ള ദിവസം നല്ല ബ്രേക്ക്ഫാസ്റ്റായിട്ട് വേഗം റെഡിയാക്കാൻ പറ്റുന്നതാണ്. കുട്ടികൾക്ക് ലഞ്ച് ബോക്സിൽ കൊടുത്തു വിടാനും പറ്റും കേട്ടോ. സ്നാക്കായിട്ടും യൂസ് ചെയ്യാം. എങ്ങനെയാണ് നമ്മൾക്കത് തയ്യാറാക്കുന്നതെന്ന് വീഡിയോ കണ്ടു നോക്കാം. 3 മുട്ടയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ബട്ടർ എടുത്തിട്ടുണ്ട്, ബ്രെഡ് എടുത്തിട്ടുണ്ട്, കൂടാതെ ഗാർലിക്കും സ്പ്രിംഗ് ഓണിയനും കൂടെ ചോപ്പ് ചെയ്തതും മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മുട്ട ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. മുട്ട ബീറ്റ് ചെയ്തെടുക്കുന്നതിനകത്തേക്ക് കുറച്ച് ഉപ്പും ഷുഗറും കൂടെയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഈ ഷുഗർ ചേർക്കുന്നതിന് പകരമായിട്ട് നമുക്ക് വേണമെങ്കിൽ റെഡ് ചില്ലി ഫ്ലേക്സും പെപ്പർ പൗഡറും ഒക്കെ ചേർത്ത് കുറച്ച് സ്പൈസി ആയിട്ട് എടുക്കാം. ഞാൻ പക്ഷേ ഇത് സ്വീറ്റ് ആയിട്ടാണ് ഇന്നത്തെ ടോസ്റ്റ് ചെയ്യുന്നത്, അതുകൊണ്ട് ഞാൻ ഷുഗറിലാണ് ചെയ്യുന്നത്. എഗ്ഗ് ആദ്യം ഒന്ന് ബീറ്റ് ചെയ്ത് മാറ്റി വയ്ക്കുക. ഇതിൽ കോട്ട് ചെയ്യാനുള്ളതാണ് നമുക്ക് ബ്രെഡ്. ഇനി നമ്മൾ ബട്ടർ ഒന്ന് സോഫ്റ്റ് ആക്കാൻ പോവാണ്. അതിനകത്തേക്ക് ഗാർലിക് ചോപ്പ് ചെയ്തതും സ്പ്രിംഗ് ഓണിയനും കൂടെ ചേർത്ത് കൊടുക്കണം. ഈ ബട്ടർ സോഫ്റ്റാക്കി അത് നമുക്ക് ബ്രെഡിൻ്റെ പീസിൽ നമുക്കിത് പേസ്റ്റ് അങ്ങ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. അപ്പം നല്ല ടേസ്റ്റി ആയിരിക്കും നമ്മുടെ ടോസ്റ്റ്. ഇപ്പം ബട്ടർ ഇവിടെ സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ബ്രെഡിൻ്റെ പീസ് എടുത്തിട്ട് അതിലേക്ക് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. ഈ രീതിയിൽ നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. ഭയങ്കര ടേസ്റ്റി ആയിരിക്കും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. കാരണം റിച്ചാണേ, നമ്മുടെ ബട്ടറും എഗ്ഗും എല്ലാം കൂടെ ചേർന്ന് ഇത് 3 സ്ലൈസ് ആണ് ഞാൻ ഒരു സെറ്റിൽ എടുക്കുന്നത്. ഒരാൾക്ക് 3 പീസ് വെച്ചിട്ടുള്ള ഒരു സെറ്റാണ് ഞാനിവിടെ ചെയ്യാൻ പോകുന്നത്. ഒരു ലെയറിൽ സ്പ്രെഡ് ചെയ്ത് അതിൻ്റെ ടോപ്പിൽ 2 എണ്ണമായിട്ട് അങ്ങനെ വെച്ച് കൊടുത്ത് 3 ലെയറായിട്ട് സെറ്റ് ചെയ്ത് അതിൻ്റെ സൈഡെല്ലാം ഒന്ന് ആ ബ്രൗൺ പാർട്ട് ഒന്ന് കട്ട് ചെയ്ത് കളയുക. എന്നിട്ട് നമുക്ക് എഗ്ഗിൽ ഡിപ്പ് ചെയ്തെടുക്കണം. ആദ്യം അതിൻ്റെ സൈഡെല്ലാം ഒന്ന് നമുക്ക് എഗ്ഗിൽ ഡിപ്പ് ചെയ്തെടുക്കണം. ഇതുപോലെ 4 സൈഡും നന്നായിട്ട് പിടിച്ചിരുന്നാൽ അല്ലെങ്കിൽ നമ്മുടെ ബ്രെഡ് ഇങ്ങനെ തുറന്നു പോരും. ഇനി 2 സൈഡും ഇടണം. ശരിക്കും ഒട്ടാത്തത് കൊണ്ടാണ്, ഒട്ടിയിട്ടില്ലെങ്കിൽ ഇങ്ങനെ പൊളിഞ്ഞു പോരുവേ. അപ്പോൾ നമുക്ക് നല്ല ബോക്സ് പോലെ ഇരിക്കണമെന്നുണ്ടെങ്കിൽ എല്ലാ സൈഡും നന്നായിട്ട് ഒട്ടിയിരിക്കണം. ഇനി ഒരു പാൻ ചൂടാക്കി അതിൽ ഗീ ഒഴിച്ചിട്ട് ബ്രെഡിൻ്റെ പീസ് ഇട്ട് കൊടുക്കണം. ആ ബ്രെഡിൻ്റെ പീസ് ഇട്ട് കൊടുക്കുമ്പോൾ നമ്മൾ സൈഡിൽ ഇങ്ങനെ ഫ്ലാറ്റായിട്ടുള്ള പാൻ എടുക്കാതെ ഇങ്ങനെ സൈഡ് ഇച്ചിരി ഹൈറ്റുള്ള പാൻ എടുക്കുമായിരിക്കും നമുക്ക് ബ്രെഡ് ഇങ്ങനെ നീക്കിയെടുക്കുമ്പോഴൊക്കെ റെഡിയായിട്ട് വരുന്നത്. 4 സൈഡും നമുക്ക് ചെറിയൊരു ബ്രൗൺ കളറിലേക്ക് വരണം. അപ്പോഴാണ് നമ്മുടെ ടോസ്റ്റ് കുറച്ച് ടേസ്റ്റി ആകുന്നത്. നല്ല സോഫ്റ്റാണ്. ഇതിനുള്ളിൽ ബട്ടറൊക്കെ ഉള്ളത് കൊണ്ട് നല്ല ടേസ്റ്റി ആയിരിക്കുകയും ചെയ്യും. ഇതിൻ്റെ കോട്ടിങ് എഗ്ഗ് ആയതുകൊണ്ട് നല്ല ടേസ്റ്റി ആയിരിക്കും. അപ്പോൾ ഈ രീതിയിലാണ് നമ്മുടെ ബ്രെഡ് ടോസ്റ്റ് തയ്യാറാക്കേണ്ടത്. വളരെ സിമ്പിളല്ലേ? അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. കുട്ടികൾക്ക് കൂടുതൽ ഇഷ്ടപ്പെടും, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റം തന്നെയാണ് നമ്മുടെ ഈ ബ്രെഡ് ടോസ്റ്റ്. വളരെ നിസ്സാരമായിട്ട് നമുക്ക് കുറച്ച് സാധനങ്ങൾ വെച്ചിട്ട് വളരെ സ്പീഡിൽ ചെയ്യാവുന്നതാണ്. ടേസ്റ്റിയാണ്. നമുക്ക് വയറൊക്കെ നന്നായിട്ട് ഫുള്ളാകുകയും ചെയ്യും. ഇത് കണ്ടോ, കട്ട് ചെയ്തെടുത്തപ്പം ബട്ടറൊക്കെ നല്ല സ്റ്റൈൽ അതിനുള്ളിലിരിക്കുന്നത്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക. താങ്ക് യു. Like, share and subscribe Shaji's Kitchen Malabar.